ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി SSC പോലുള്ള എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വയ്ക്കേണ്ടതായിട്ടുള്ള UN ഇയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഓരോ വർഷവും ഓരോ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആചരിക്കാറുണ്ട്. എന്തൊക്കെയാണ് ആ UN ഇയേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. 2017 UN ആചരിച്ചത് ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെന്റ് ആയിട്ടാണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഫോർ ഡെവലപ്മെന്റ്. അപ്പോൾ നിങ്ങൾ ഓർത്തിക്കുക, 2017 UN ഇമ്പോർട്ടൻസ് കൊടുത്തത് സസ്റ്റൈനബിൾ ടൂറിസത്തിനുമാണെന്ന് മാത്രം ആലോചിക്കുക, വേർഡ് മാത്രം ആലോചിക്കുക. 2017 സസ്റ്റൈനബിൾ ടൂറിസം. 2019 ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ആയിട്ടാണ് ആചരിച്ചത്. അതായത് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചതിന്റെ 150ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു 2019. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ആയിട്ട് ആചരിച്ചത് 2019. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജസ് ആയിട്ടും ആചരിച്ചത് 2019. സോ 2019 രണ്ടെണ്ണമുണ്ട്: ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെന്റ്സും ഇന്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജസും. ഓക്കെ, ഇനി 2020 ആചരിച്ചത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആണ്. പ്ലാന്റ് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് 2020 ആചരിച്ചത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ നേഴ്സ് ആൻഡ് ദ മിഡ്വൈഫ്. ഈ രണ്ടും ഓർത്തിരിക്കുക. ആക്ച്വലി നമ്മൾ പരീക്ഷയായിട്ട് ഓറിയന്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സാധാരണ കണ്ടിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ബുക്കിലാണെങ്കിലും ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ UN-ന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിട്ട് കൂടെ ആചരിച്ചിട്ടുണ്ട്. ഏത് വർഷം എന്ന് പറയുന്നത് 2020. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. 2020 നമ്മളോട് ലോക്ക്ഡൌൺ ആയ സമയത്ത് മുഖ്യമന്ത്രിയൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പച്ചക്കറികൾ നടാനും ചെടികൾ കൂടുതൽ ആളുകൾ നട്ട് വളർത്താനും തുടങ്ങിയത് ഈ ലോക്ക്ഡൌൺ സമയത്താണ്. സോ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്തും അതുപോലെ തന്നെ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ പോലീസും നേഴ്സും അതുപോലുള്ളവരാണ്, ഡോക്ടേഴ്സും ഹെൽത്ത് ഫീൽഡിലുള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നേഴ്സിന് വേണ്ടിയിട്ടുള്ള വർഷവും പ്ലാന്റ് ഹെൽത്ത് വർഷവും 2020 ആണെന്നുള്ളത് ഓർത്തു വെക്കുക. 2020 നമ്മൾ പ്ലാന്റ് ഹെൽത്ത് ആയിട്ട് ആചരിച്ചല്ലേ, അപ്പൊ 2021 നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടും. അങ്ങനെ ഓർത്തു വെക്കുക. 2021 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് 2021. 2021 നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. ഇതിലും അതുപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. പക്ഷേ ഇനി ഒരു 3 കൂടെ നമ്മൾ കണ്ടെങ്കിലും വെച്ചിരിക്കണം. സോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് ഇക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെ, കൊറോണ കഴിഞ്ഞതാണ്, അപ്പൊ നമുക്കൊരു സുസ്ഥിര വികസനം ഇനി ആവശ്യമാണ്. സോ ക്രിയേറ്റീവ് ഇക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് ആചരിക്കുന്നത് 2021 ആണ്. അതുപോലെ തന്നെ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ, ഇന്റർനാഷണൽ ഇയർ ഫോർ ദ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. ഇത്രയും വർഷങ്ങളായിട്ട് ആചരിക്കുന്നത് 2021 ആണ്. സോ അടുത്ത വർഷം നോക്കാം. 2022 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിഷ്യനൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ. ഓർത്ത് വയ്ക്കുക, നമ്മൾ പ്ലാന്റ് ഹെൽത്ത് കഴിഞ്ഞു, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിഞ്ഞു. അടുത്തത് ഫിഷ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 2022 ആർട്ടിഷണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആണ് 2022 ആചരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2024 എല്ലാവർക്കും അറിയായിരിക്കും, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ്. ഒട്ടക വർഷമായിട്ടാണ് 2024 ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ ഒന്നുകൂടെ നമുക്ക് നോക്കാം. 2017 സസ്റ്റൈനബിൾ ടൂറിസം ആണ്. 2019 പീരിയോഡിക് ടേബിളും അതുപോലെ തന്നെ ഇൻഡിജിനസ് ലാംഗ്വേജസും. 2020 എന്ന് പറയുമ്പോൾ കൊറോണ വന്ന സമയമാണ്, പ്ലാന്റ് ഹെൽത്ത് ആണ്, അതുപോലെ തന്നെ നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. 2021 ആ പ്ലാന്റ് ഹെൽത്ത് കഴിഞ്ഞതോടുകൂടി നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ, പീസ് ആൻഡ് ട്രസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 2021 വാക്സിൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക പീസ് ആൻഡ് ട്രസ്റ്റ് എന്നുള്ളത്. ഓക്കെ, 2022 ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആണ്. 2024 ആണെങ്കിലോ അത് ഒട്ടക വർഷമാണ്. താങ്ക് യു.